हाय गुड मॉर्निंग। त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव। ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം കർമ്മയോഗം 23-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. യദിഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിത മമ വർമാനുവർത്തന്തേ മനുഷ്യ പാർത്ഥ സർവശ. മടിവിട്ടിന്നു ഞാൻ കർമ്മമൊന്നും ചെയ്യാതിരിക്കിലോ, മർത്യവർഗം തുടർന്നേക്കും അതേ മാർഗം അതേപടി. ഭഗവാൻ പറയാണ്, ഭഗവാൻ എന്തിനാണ് കർമ്മം ചെയ്യേണ്ടത്? ജ്ഞാനിയായി കഴിഞ്ഞല്ലോ, സ്ഥിരപ്രതിജ്ഞ നേടിയ ആളാണല്ലോ എന്നൊക്കെ ഒരു സംശയം വന്നേക്കാം അർജുനന് എന്ന് വിചാരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ എന്തിനാണ് കർമ്മം ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ, നമ്മൾ ഒരു റോൾ മോഡലുണ്ടല്ലോ നമുക്ക്, ആ റോൾ മോഡലിനെ അനുസരിച്ചാണല്ലോ മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പോൾ ആരാധ്യപുരുഷന്മാരുണ്ടാവും, നമ്മൾ ആരാധിക്കുന്ന നേതാക്കന്മാരുണ്ടാവും, അവരെ അനുകരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നേതാക്കന്മാരുടെ നിലവാരം എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ജീവിക്കാനാണ് മിക്കവർക്കും ഇഷ്ടം. അപ്പോൾ ഭഗവാൻ കർമ്മം ചെയ്തില്ലെങ്കിൽ ജനങ്ങൾ എന്ത് വിചാരിക്കും? കർമ്മമൊന്നും ചെയ്യണ്ട, നമ്മളിങ്ങനെ ലേസിയായിട്ട് ഒരു കർമ്മവും ചെയ്യാതെ ഭഗവാൻ ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് കർമ്മം ചെയ്യുന്നത് എന്ന് വിചാരിച്ച് എന്നെ അനുകരിച്ച് ആലസ്യപ്പെട്ട് ഇങ്ങനെ ജീവിക്കും, ഒന്നും ചെയ്യാതിരിക്കും. ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ല, നമ്മൾ ചിന്തിക്കുകയെങ്കിലും ചെയ്യും. പക്ഷേ എന്നാലും പൊതുവെ അവനവന് ഗുണമുള്ളതോ ആയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാതെ ഇങ്ങനെ പ്രകൃതിയിൽ തന്നെ എല്ലാവരും കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, സൂര്യൻ, ചന്ദ്രൻ, മേഘം, കാറ്റ് എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഒരു ദിവസം പോലും കൃത്യസമയത്ത് സൂര്യൻ ഉദിക്കാതിരിക്കുന്നില്ല. എക്സാക്ട് ടൈമല്ല, സൂര്യോദയത്തിന് ഓരോ സമയങ്ങളുണ്ട്. അതേപോലെ തന്നെ അസ്തമയം നടക്കുന്നു, ചന്ദ്രൻ, ഭൂമി കറങ്ങുന്നു, സൗരയൂഥം, ഇതെല്ലാം എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനും എല്ലാം, എനിക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ലല്ലോ, എന്നാലും ഞാൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഞാൻ എന്ന് ഭഗവാൻ ഉപയോഗിക്കുന്നത് ഞാൻ എന്നുള്ള ശ്രീകൃഷ്ണൻ എന്നർത്ഥത്തിലല്ല, പരമാത്മാവ് അല്ലെങ്കിൽ ആത്മാവിനെ സാക്ഷാത്കരിച്ച ഒരു ജീവൻ മുക്തൻ എന്ന നിലയിലാണ്. നമ്മൾ നിഷ്ക്രിയമായിട്ട്, അതായത് ആത്മചൈതന്യത്തെ അധിഷ്ഠാനമാക്കിയിട്ട് കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് തന്നെ നിലനിൽപ്പുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാം സാധിച്ച അല്ലെങ്കിൽ എല്ലാം നേടിയ ഒരു ജ്ഞാനിയാണ്. ആ ജ്ഞാനിയും എന്ത് ചെയ്യണം? ജനങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടണം. അല്ലെങ്കിൽ ജനങ്ങളും അദ്ദേഹത്തെ അനുകരിച്ച്, നേരത്തെ പറഞ്ഞ പോലെ ആരാധ്യപുരുഷന്മാരായിട്ട് അനുകരിച്ച് ലോകം തന്നെ ആകപ്പാടെ താറുമാറായി പോകും. കാരണം ആരും അവരവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്താണുള്ളത്? ഒരു സ്കൂളിൽ ചെന്നു, ഒരു ടൈം ടേബിളൊന്നുമില്ല, ആരെ എവിടെ വേണമെങ്കിൽ പോവാം. എന്നാലോചിച്ച് നോക്കൂ, രാവിലെ 10ാം ക്ലാസ്സിൽ ഒരു ടീച്ചർ പോകണു, വേറൊരു ടീച്ചറും വന്ന് കയറുന്നു. കാരണം ടൈം ടേബിളില്ല, അവിടെ നിയന്ത്രിക്കാൻ ആളില്ല, പ്രിൻസിപ്പളില്ല, അല്ലെങ്കിൽ ഹെഡ് മാഷില്ല. ടീച്ചർമാരെല്ലാം ഇഷ്ടമുള്ളപ്പോൾ ക്ലാസ്സിലിരിക്കുന്നു, ഇഷ്ടമുള്ളപ്പോൾ റിലിഷൻ ടൈം, അതായത് എനിക്കിപ്പോൾ റിലീഫ് വേണമെന്ന് വിചാരിച്ച് വിശ്രമിക്കുന്നു, ഇഷ്ടമുള്ളപ്പോൾ. അങ്ങനെയാണെങ്കിൽ സ്കൂൾ നടക്കില്ലല്ലോ. അതേപോലെ തന്നെ അനുകരിക്കാൻ ആൾക്കാർ ധാരാളമുള്ളപ്പോൾ ഒരു റോൾ മോഡലായിട്ട് നിൽക്കുന്ന ഞാൻ എന്തായാലും കർമ്മം ചെയ്തേ പറ്റൂ. അതുകൊണ്ട് എന്നോട് കർമ്മം ചെയ്യുന്നത്, ഞാൻ എന്തിനാണ് കർമ്മം ചെയ്യുന്നതെന്ന് ഇനി ചോദിക്കാനൊരു ചാൻസ് ഉണ്ട്. അത് വേണ്ട എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകം, 24-ാമത്തെ ശ്ലോകം. ഉത്സീദേയുരിമേ ലോകാത് ന കുര്യാം കർമ്മ ചേദഹം സംഗരസ്യ ച കർത്ത സാമൂപഹന്യാമി മാ പ്രജാ. സ്യാം ഉപഹന്യഃ ഇമാ പ്രജ എന്നാണ് പദം മുറിക്കുന്നത്. അമ്മട്ടിലിഹ ലോകത്തിൽ കർമ്മനാശം ഭവിച്ചിടും, പ്രജാസങ്കരമുണ്ടാകും,
പ്രജാഹാനിക്കു ഹേതുവാം. അഹം കർമ്മ ന കുര്യാം ചേത്. ഞാൻ കർമ്മം ചെയ്യാതിരുന്നാൽ ഇമേ ലോകാഹ ഉത്സീദേയുഹു. ഈ ലോകങ്ങളൊക്കെ നശിച്ചു പോകും. സങ്കരസ്യ കർത്താസ്യാം. സങ്കരത്തിൻ്റെ കർത്താവാകും. ഇമാ പ്രജാഹ ഉപഹന്യാഹ ച. ഈ പ്രജകളെ നശിപ്പിക്കുന്നവനുമാകും. ഞാൻ കർമ്മം ചെയ്യുന്നത് എന്തിനാണെന്ന് വീണ്ടും ഒന്നും കൂടെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഞാൻ കർമ്മം ചെയ്യുന്നില്ലെങ്കിൽ അത് ലോകത്തിൻ്റെ പുരോഗതിയെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കും. കാരണം എന്താണ്? എല്ലാവരും ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയിലുള്ള എല്ലാ കാര്യങ്ങളും അവരുടേതായിട്ടുള്ള ഒരു കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതോ ഒരു ഫോഴ്സിൻ്റെ ബലത്തിലാണ്. ആ ഫോഴ്സ് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ സൂര്യനാണെങ്കിലും ചന്ദ്രനാണെങ്കിലും നമ്മൾ ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ രാവിലെ ഉദിക്കുന്നു, വൈകുന്നേരം കടലിൽ പോയി താഴുന്നു എന്ന് പറയും. പക്ഷെ അതൊന്നുമല്ല അതിൻ്റെ സത്യം എന്ന് നമുക്കറിയാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും, കാറ്റ് വീശുന്നതായാലും ജലം നീരാവിയായി പോകുന്നതായാലും ഏത് കാര്യമാണെങ്കിലും അതൊരു പ്രകൃതി ശക്തിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആ പ്രകൃതി ശക്തിയെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈശ്വരത്തിൻ്റെ മൂർത്തിമൽ ഭാവമാണ് ഇവിടെ ഭഗവാൻ കൃഷ്ണൻ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഞാൻ കർമ്മം ചെയ്തില്ലെങ്കിൽ ഈ ലോകം തന്നെ നശിച്ചു പോകുമെന്ന് പറയുന്നത്. ആ ഫോഴ്സിനെയാണ് നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ അറിവില്ലാത്തവർ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഒരു വിഗ്രഹത്തിനെ പോയി തൊഴുന്നത്? അതാണോ ഈശ്വരൻ എന്നൊക്കെ ചോദിക്കുക. അതൊരു കല്ലല്ലേ, കല്ലിൽ നിന്നുണ്ടാക്കിയതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു മാത്രം. പക്ഷെ നമുക്കറിയാം എല്ലാതും. നമ്മൾ ഒരു ദിവസമെങ്കിലും സൂര്യൻ ഉദിക്കാതിരിക്കുന്നുണ്ടോ? ഒരു ദിവസമെങ്കിലും മഴ അസ്തമിക്കാതെ ഇരിക്കുന്നില്ലല്ലോ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവതാര പുരുഷന്മാരൊക്കെ കർമ്മങ്ങൾ യജ്ഞഭാവേന ചെയ്യണം. അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുകയും വേണം. കാരണം നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്ന യജ്ഞഭാവേന കർമ്മം ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മളും റോൾ മോഡലല്ലേ അവരുടെ. അതുകൊണ്ട് നമ്മളും അങ്ങനെ തന്നെ ചെയ്യണം. ഇനി സങ്കരം ഉണ്ടാക്കും എന്ന് പറഞ്ഞു. സങ്കരം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾക്ക് വിധിച്ചിട്ടുള്ള ചില കർമ്മങ്ങളുണ്ട്. വിവിധ വിഭാഗങ്ങൾ ഇന്ന കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ചില കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ ചെയ്യാതെ നമ്മൾ മറ്റ് കർമ്മത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ ഉദാഹരണം, ഇല്ല ഗൃഹസ്ഥാശ്രമം ഇല്ല, അതിന് പകരം നേരെ ഞാൻ സന്യാസത്തിലേക്ക് ചാടുകയാണ്. അപ്പോൾ സന്യാസം നമ്മുടെ ശ്രീനിവാസൻ്റെ സിനിമയിൽ ഉള്ള പോലെ ആയിരിക്കും. അപ്പോൾ ഒരു ഗൃഹസ്ഥൻ ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളുണ്ട് അവിടെ. ആ കർമ്മങ്ങളൊന്നും ചെയ്യാതെ ഞാൻ നാളെ മുതൽ എനിക്കിതൊന്നും ഏറ്റെടുക്കാനും റെസ്പോൺസിബിലിറ്റി ഒന്നും പറ്റില്ല, ഞാൻ നാളെ മുതൽ സന്യാസത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവൻ അവിടെ ഏറ്റവും വലിയ തെറ്റാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് കർമ്മസങ്കരം ഉടലെടുക്കുന്നത്. അപ്പം നമ്മൾക്ക് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കുക തന്നെ വേണം. എല്ലാ കർമ്മങ്ങളും അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? കർമ്മം ഗൃഹസ്ഥാശ്രമി സന്യാസത്തിലേക്ക് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്നാലും അയാളുടെ മനസ്സ് എന്തോ ചെയ്യും? വ്യതിചലിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ ഇപ്പം എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഞാനിപ്പോൾ അവിടെ നിന്ന് പോന്നിട്ട് എൻ്റെ കുടുംബം ഇപ്പം എങ്ങനെയായിരിക്കും കഴിയുന്നുണ്ടാവുക? ഇങ്ങനെയുള്ള ചിന്തകൾ ഇങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അവൻ രണ്ടിനും പ്രാപ്തരല്ലാതെയോ. ഗൃഹസ്ഥാശ്രമവും കിട്ടില്ല മനസ്സമാധാനം, അതിനെപ്പറ്റി ചിന്തിച്ച് അവിടെയും മനസ്സമാധാനമില്ല. ഇനി സന്യാസത്തിൽ മുഴുവനായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. അങ്ങനെയാണ് കർമ്മസങ്കരം ഉണ്ടാവുന്നത്. അപ്പോൾ പ്രജകൾ, ഒരാളങ്ങനെ ആയിക്കഴിഞ്ഞാൽ അയാളെ അനുകരിക്കുന്ന മറ്റുള്ളവരും ഇത് തന്നെ അനുകരിക്കും. അതുകൊണ്ട് ആകെ പ്രജകളെ മുഴുവനും നശിപ്പിക്കും. അതുകൊണ്ട് അങ്ങനെയല്ല വേണ്ടത്. ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? എൻ്റെ കർമ്മങ്ങൾ ഞാൻ അനുഷ്ഠിക്കുന്നത്. ഇനി 25ാമത്തെ ശ്ലോകം. സക്താ കർമ്മണ്യ വിദ്വാംസോ യഥാ കുർവന്തി ഭാരത കുര്യാദ് വിദ്വാൻ തഥാ സക്ത ചികീർഷുർലോകസംഗ്രഹം. പാമരൻ കാമസംസക്തൻ കാമിതം ചെയ്തിടുംപടി പണ്ഡിതൻ കാമനിർമുക്തൻ കർമ്മമാർഗം ചരിക്കണം. ഹേ ഭാരത, അവിദ്വാംസഃ കർമ്മണി സക്താഃ യഥാ കുർവന്തി. അജ്ഞാനികൾ കർമ്മത്തിൽ സക്തരായിട്ട് എപ്രകാരം കർമ്മം ചെയ്യുന്നുവോ തഥാ വിദ്വാൻ അസക്തഃ ലോകസംഗ്രഹം ചികീർഷുഹു. ജ്ഞാനിയാവട്ടെ അസക്തനായിട്ട് ലോകനന്മയെ ഉദ്ദേശിച്ച് കുര്യാത്
കർമ്മം ചെയ്യണം. ഇപ്പോൾ ജ്ഞാനി ആയിട്ടുള്ള ഒരാളും അജ്ഞാനിയും തമ്മിൽ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു വിശദീകരണം കൊടുക്കുകയാണ്. ജ്ഞാനിയും അജ്ഞാനിയും തമ്മിൽ കർമ്മം ചെയ്യുമ്പോഴുള്ള വ്യത്യാസം, ജ്ഞാനികൾ എപ്പോഴും ഫലേച്ഛയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്ത് കാര്യം ജ്ഞാനിയല്ല അജ്ഞാനികൾ എപ്പോഴും എന്തെങ്കിലും ഒരു ഫലം ഇച്ഛിച്ചുകൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അവർ വളരെ കഷ്ടപ്പെട്ട് അവരവരുടെ കർമ്മങ്ങൾ വളരെയധികം ആത്മാർത്ഥതയോട് കൂടിയിട്ട് തൻ്റെ ആരോഗ്യം പോലും അവഗണിച്ച് കാലാവസ്ഥ നോക്കാതെ സന്തോഷത്തെക്കൂടിയും സന്താപത്തെക്കൂടിയും ധാരാളം സമ്പാദിക്കാൻ ശ്രമിക്കും. ജീവിതത്തിൽ സമ്പാദിച്ചത് മുഴുവൻ ശേഖരിച്ച് വയ്ക്കാൻ ശ്രമിക്കും, കൂടുതൽ നേടാൻ ശ്രമിക്കും. അങ്ങനെ ആസ്വദിച്ചുകൊണ്ട് അധ്വാനിയായിട്ട് ജീവിക്കുന്നു അജ്ഞാനി. അപ്പോൾ ഇതിലെല്ലാം എന്താണ്, ഞാനിങ്ങനെ നേടുന്നത് കൊണ്ട് എനിക്ക് എന്തോ ഒരു ഫലം കിട്ടണം, ഇതാണ് ഉദ്ദേശം. പക്ഷെ ജ്ഞാനിയാണെങ്കിലോ, ജ്ഞാനിക്കിനി ഒന്നും നേടാനില്ല, എല്ലാം നേടിക്കഴിഞ്ഞു. അപ്പോൾ ലോകക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഫലത്തിൽ ഒരു ആസക്തിയില്ല. ഫലത്തിലുള്ള ആസക്തി വന്നു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ കർമ്മത്തെ പരാജയത്തിലേക്ക് നയിക്കുന്നത് എന്ന് ജ്ഞാനിക്കറിയാം. അതുകൊണ്ട് എല്ലാറ്റിൽ നിന്നും മനസ്സിനെ വിടുവിച്ച് തങ്ങളുടെ കർമ്മങ്ങൾ ലോകക്ഷേമത്തിന് വേണ്ടിയിട്ട് ചെയ്യും. ശക്തി കൂടാതെ കർമ്മം ചെയ്യണം എന്നാണ്. അതാണ് ഭഗവാൻ നമ്മളെ ഉപദേശിക്കുന്നത്. ചികീർഷു ലോകസംഗ്രഹം ചികീർഷു, ലോകനന്മയെ ഉദ്ദേശിച്ച് എന്താണോ ചെയ്യേണ്ട കർമ്മങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കണം. ഈ കർമ്മം ഏറ്റവും സ്വാർത്ഥപരമാകുമ്പോഴാണ് നമുക്ക് ഓരോന്നിലും ആസക്തി ഉണ്ടാകുന്നത്. അപ്പോൾ ആ ആസക്തി കൂടിക്കൂടി വരുമ്പോൾ കർമ്മങ്ങളിൽ തടസ്സങ്ങളും വരും. പക്ഷെ തൻ്റെ സ്വാർത്ഥതയൊന്നുമില്ലാതെ ഒരു ജ്ഞാനി കർമ്മം ചെയ്യുമ്പോൾ അവൻ പരമാനന്ദം അനുഭവിക്കും. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇവിടെ എൻ്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ബന്ധുക്കളെ എങ്ങനെ കൊല്ലും എന്നുള്ള ഒരു ആസക്തി നിനക്കുണ്ട്. അതൊക്കെ വെടിഞ്ഞ് ധർമ്മത്തിൻ്റെ പേരിൽ നീ നേരിടുക തന്നെ വേണം, ഇതെല്ലാം കർമ്മം ചെയ്യുക തന്നെ വേണം അർജുന എന്ന് ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ജ്ഞാനിയും അജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസമാണെങ്കിൽ, ഇപ്പോൾ രണ്ടാൾക്കാർ, ഒന്ന് ജ്ഞാനിയായിട്ടുള്ള ഒരാളാണ്, ഒന്ന് നമ്മളെപ്പോലെ സാധാരണ ഒരു മനുഷ്യനാണ്. രണ്ടുപേർ കൂടിയിട്ട് സ്വന്തം കർമ്മങ്ങൾ ചെയ്യുന്നു. കൃഷിയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ കൃഷി നടത്തുന്നു, അതിൽ പ്രകൃതി ദുരന്തം വരുന്നു, മുഴുവനും നശിച്ചു പോകുന്നു. ഇപ്പോൾ സപ്പോസ് ഒരു വാഴക്കൃഷിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചിയാണെങ്കിലോ വേറെ എന്തോ ആയിക്കോട്ടെ, അത് മുഴുവനായിട്ട് നശിച്ചു പോകുന്നു. ഇപ്പോൾ കുറേയധികം പൈസ ചിലവാക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് വിചാരിക്കൂ. ഈ ജ്ഞാനിയായിട്ടുള്ള ആൾ എന്താ പറയുന്നേ, അപ്പോൾ നശിച്ചു പോയാൽ അത് ഒരു പ്രകൃതി ദുരന്തമല്ലേ, നമ്മൾ അനുഭവിച്ചാലേ പറ്റുള്ളൂ, സാരമില്ല, ഇനി നമുക്ക് കൃഷി നടത്താമല്ലോ. പക്ഷെ മറ്റേ ആൾ എന്താ വിചാരിക്കുന്നത്, എൻ്റെ എത്ര പൈസ പോയി, ഞാൻ എത്ര പൈസ ഇറക്കിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തത്, ഇനി ഞാൻ എന്ത് ചെയ്യും, ആകെപ്പാടെ ഡിപ്രഷൻ, ഇനി നാളെ മുതൽ ഞാൻ ഇനി ഒന്നും ചെയ്യുന്നില്ല, എന്തിനാണ് ഇതൊക്കെ ചെയ്തിട്ട് എന്താ ഉണ്ടായി, എല്ലാം വൃഥാവിലായില്ലേ, വീണ്ടും ഇനി ഞാൻ ഇങ്ങനത്തെ ഒരു പരിപാടിക്കുമില്ല, മേലിൽ ഞാൻ ഇങ്ങനത്തെ ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് അവിടെ വിഷമിച്ച് ഇരിക്കും. അത് രണ്ടുപേരുടെയും തമ്മിലുള്ള മാനസികമായിട്ടുള്ള ഒരു വ്യത്യാസത്തിന് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ എല്ലാം വരും, എല്ലാം പോവും. അതിൽ നമ്മൾ ആദ്യമേ ശ്ലോകങ്ങളിൽ പറഞ്ഞു വരുന്നതാണ്, എല്ലാം സുഖങ്ങളായാലും ദുഃഖങ്ങളായാലും അത് സമചിത്തതയോടുകൂടെ നേരിടണം. പക്ഷെ അത് ലൗകികന് സാധിക്കാൻ കുറച്ച് നല്ലോണം ബുദ്ധിമുട്ടാണ്. ജ്ഞാനി അത് കുറച്ചും കൂടെ എളുപ്പത്തിൽ അങ്ങനെ മനസ്സിലാക്കുകയും ചെയ്യും, പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ അർജുനനോട് പറയാം, നിൻ്റെ ചീത്ത വിചാരങ്ങൾ, അതായത് ഞാൻ ബന്ധുക്കളെയാണല്ലോ കൊല്ലാൻ പോകുന്നതെന്നുള്ളത് ഒക്കെ വിട്ടിട്ട് നീ അർജുന നീ ഇവിടെ നിൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കൂ എന്ന്. ഇനി 26ാമത്തെ ശ്ലോകമാണ്, അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപ്പേതുമിത്തമുത്ഥാപിത പത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണോ.